ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ പാഠത്തിൻ്റെ പേര് റൈറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഫോർ റേഡിയോ. റേഡിയോയ്ക്ക് വേണ്ടിയുള്ള എഴുത്തും അതിൻ്റെ നിർമ്മാണവും അതാണ് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ളത്. അതിലെ കീ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക അല്ലെങ്കിൽ നമ്മൾക്ക് ആർജിക്കാൻ കഴിയുക എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഹിസ്റ്ററി ഓഫ് റേഡിയോ, റേഡിയോയുടെ ചരിത്രം എന്താണെന്ന് നമ്മൾ പഠിക്കുന്നു. 2, ബ്രോഡ്കാസ്റ്റ് ടെക്നോളജീസ്. 3, ടൈപ്സ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്. 4, റേഡിയോ പ്രോഗ്രാംസ്. 5, റേഡിയോ പ്രോഗ്രാം പ്രൊഡക്ഷൻ, റേഡിയോ പ്രോഗ്രാംസ് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത്. പിന്നെ റേഡിയോ പ്രോഗ്രാം പ്രസൻറ്റേഷൻ, റേഡിയോ പ്രോഗ്രാം എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ളത്. അടുത്തത് ലാസ്റ്റത്തത് റേഡിയോയിലെ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന്, ന്യൂ ട്രെൻഡ്സ് ഇൻ റേഡിയോ. ഇത്രയാണ് നമുക്ക് ഈ പാഠം പഠിക്കുന്നതിലൂടെ ആർജിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലൂടെ ഉള്ള പ്രധാന ആശയങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ പഠനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ, അത് നോക്കാം. ദ ലേണർ വിൽ ഏബിൾ ടു ഒബ്സർവ് ദ ഹിസ്റ്ററി ഓഫ് റേഡിയോ, റേഡിയോ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നിരീക്ഷിക്കാനുള്ളൊരു കഴിവ് വരുന്നു. ഐഡൻറ്റിറ്റി ദ വേരിയസ് ടൈപ്സ് ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, പല തരത്തിലുള്ള റേഡിയോ പ്രക്ഷേപണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്നു അല്ലേ. പിന്നെ അടുത്തത് റൈറ്റ് സ്ക്രിപ്റ്റ്സ് ഫോർ റേഡിയോ പ്രോഗ്രാംസ്, റേഡിയോ പരിപാടികൾക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റുകൾ എഴുതാൻ നമ്മൾ പ്രാപ്തരാകുന്നു. പിന്നെ പ്രൊഡ്യൂസ് റേഡിയോ പ്രോഗ്രാം, ഒരു റേഡിയോ പരിപാടി പ്രൊഡ്യൂസ് ചെയ്യാൻ, നിർമ്മിക്കാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ കമ്പയർ റേഡിയോ പ്രോഗ്രാം, ഒരു റേഡിയോ പ്രോഗ്രാം കമ്പയർ ചെയ്യാൻ പറ്റുന്നു. കമ്പയർ ചെയ്യാൻ കഴിഞ്ഞാൽ അവതരിപ്പിക്കുക. അടുത്ത ലാസ്റ്റത് ഐഡൻറ്റിഫൈ ദ ന്യൂ ട്രെൻഡ്സ് ഇൻ റേഡിയോ, റേഡിയോ പരിപാടിയിലെ പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനും സാധിക്കുന്നു. അപ്പോൾ ഇതിലെ നമ്മളെ ആശയങ്ങളും അതുപോലെ ഇതിലെ ലേണിംഗ് ഔട്ട്കം ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. നമ്മൾ അത് പഠിക്കുന്നതിലൂടെ ഇതൊക്കെ ആർജിക്കുന്നു എന്നുള്ളത്. അപ്പോൾ റേഡിയോയെ കുറിച്ചുള്ള പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റേഡിയോനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ള ഭാഗം ഹിസ്റ്ററി ഓഫ് റേഡിയോ എന്നുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് റേഡിയോ, അതിലേക്ക് വരാം. അതിനു മുമ്പ് റേഡിയോ എന്നാൽ എന്ത് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. റേഡിയോ നമുക്ക് ഇന്ന് എത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു മാധ്യമമാണെന്ന് നമുക്കറിയാം. പല ആളുകളും ചിത്രങ്ങൾ കാണുന്ന അല്ലെങ്കിൽ വിഷ്വൽസ് ഉള്ള ടി വിയെയും ഫോണിലെയും ഒക്കെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴും വളരെയധികം പ്രചാരമുള്ളതും ആൾക്കാരിലേക്ക് കൂടുതൽ റീച്ച് ചെയ്തിട്ടുള്ളതായിട്ടുള്ളൊരു മാധ്യമം തന്നെയാണ് റേഡിയോ. അപ്പോൾ റേഡിയോയുടെ ഒരു പ്രാധാന്യം നമുക്ക് എങ്ങനെയായാലും ഒഴിവാക്കി കാണാൻ പറ്റുന്നതല്ല. അത് ഒരിക്കലും താഴേക്ക് പോയിട്ടുള്ളൊരു മാധ്യമവും അല്ല. ഓക്കെ, പല ആളുകളും അതിൻ്റെ കാലം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടി പക്ഷേ അത് ഇന്നും പിടിച്ചു നിൽക്കുകയും ആൾക്കാരുടെ മനസ്സിലേക്ക് റേഡിയോ പ്രോഗ്രാമുകളൊക്കെ കടന്നു ചെല്ലുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെല്ലുന്നതിന് കാരണം അവർ കാലത്തിനൊത്ത് വളർന്നതുകൊണ്ടാണ്. റേഡിയോ പ്രോഗ്രാം അതിൻ്റെ പഴമയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒന്നല്ല. അത് പല വിധങ്ങളിൽ FM ആയിട്ടും AM ആയിട്ടും പല ലൈവ് പ്രോഗ്രാമുകളായിട്ടും ഫോൺ ഇൻ പ്രോഗ്രാമുകളായിട്ടും മ്യൂസിക് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒപ്പത്തിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് മാധ്യമങ്ങൾക്കൊപ്പം തന്നെ. ഓക്കെ, അപ്പം റേഡിയോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് വരാൻ കാരണമെന്ത്, ലോകത്തെ എങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു റേഡിയോ നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്തത് എന്നൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ പാഠം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ള ഒരു ഭാഗമാണല്ലോ ഈ ഹിസ്റ്ററി ഓഫ് റേഡിയോ എന്നുള്ള ഭാഗം. ഹിസ്റ്ററി ഓഫ് റേഡിയോ എന്ന് പറയുന്നത് റേഡിയോയുടെ ചരിത്രമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. കൂടുതൽ ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ സമ്മപ്പിലും മറ്റു ഭാഗങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലൂടെ നിങ്ങൾ നിർബന്ധമായിട്ടും പോവേണ്ടതാണ്. കാരണം നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വഴി ആക്കിയത് തന്നെ അതുകൊണ്ടാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിലൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളൊന്നും ടെക്സ്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കേട്ടിരുന്ന് നോട്ട് എഴുതി പോകുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സെൽഫ് വീഡിയോ കൊടുക്കാതെ നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ ഒരു സ്ക്രീൻ സേവർ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ കാരണം നിങ്ങൾ ടെക്സ്റ്റിലൂടെ തന്നെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ക്ലാസ് പോലെയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ചെയ്യാം. അത് നമുക്ക് ലൈവ് ക്ലാസ്സിലൊക്കെ ഒരു ദിവസം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ആവശ്യം ടെക്സ്റ്റ് നന്നായിട്ട് നിങ്ങൾ കണ്ട് പരിചയപ്പെടണം എന്നുള്ളത് നിർബന്ധമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ,
ബട്ട് നിങ്ങളൊരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആണ്, വലിയ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വെറുതെ എവിടെയെങ്കിലുമൊക്കെ നോക്കി ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ വരിക. അതുകൊണ്ട് ടെക്സ്റ്റിന് ഞാൻ കുറച്ച് അധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയേ ഉള്ളൂ. അപ്പം നമുക്ക് റേഡിയോയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. ഓക്കെ, റേഡിയോ ഈസ് ഇൻഡെപ്റ്റഡ് to two other discoveries for its birth, telephone and telegraph. റേഡിയോ ടെലിഫോണും ടെലിഗ്രാഫും എന്ന രണ്ട് കണ്ടുപിടുത്തങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. ഓക്കെ, അപ്പോൾ ടെലിഗ്രാഫും ടെലിഫോണും എന്നുള്ള രണ്ട് സാധനങ്ങൾ അതിനോട് വളരെ കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് റേഡിയോ എന്നുള്ളൊരു കാര്യത്തിലേക്ക് വളർന്നു വന്നത്. ദീസ് ത്രീ ടെക്നോളജീസ്, അതായത് റേഡിയോയും ടെലിഗ്രാഫും ടെലിഫോൺ എന്നുള്ള മൂന്ന് ടെക്നോളജികൾ ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ്. ഇത് മൂന്നും വളരെ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇൻഫാക്റ്റ് ലോങ് ഡിസ്റ്റൻസ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഹാഡ് എക്സിസ്റ്റഡ് സിൻസ് മിഡിൽ ഓഫ് ദ 19th century. അപ്പോൾ 19th century എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓർക്കേണ്ടത് 1800-കളാണ്. സെഞ്ച്വറി പറയുമ്പോൾ സെഞ്ച്വറിയിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ചിന്തിച്ചാൽ മതി അതിൻ്റെ ആദ്യത്തെ അക്കങ്ങൾ. അതായത് 21st century, 21ാം നൂറ്റാണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം 20-കൾ വെച്ച് തുടങ്ങുന്നത്, അതായത് 2000 എന്ന് വെച്ച് തുടങ്ങുന്നത്. ഓക്കെ, അതല്ല 20ാം നൂറ്റാണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഓർക്കാൻ എളുപ്പം അതിന്ന് ഒന്ന് കുറച്ചിട്ട് 19, അതായത് 1900-കൾ വരുന്നത്, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ സെഞ്ച്വറികൾ ഏതാണെന്ന് മനസ്സിലാവും. അപ്പോൾ 19ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1800-കൾ. 1800-കളുടെ പകുതി ആകുമ്പോഴേക്കും തന്നെ ഈ പറഞ്ഞ ഡിസ്റ്റൻസിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പരിപാടികളൊക്കെ ഏകദേശം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള ടെക്നോളജികളൊക്കെ പതുക്കെ പുരോഗമിച്ചത് 1800-കളിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. The telegraph communicated messages through a series of long and short clicks. അപ്പോൾ ഒരു വലിയതും ദീർഘമുള്ളതും ചെറുതുമായിട്ടുള്ള ക്ലിക്കുകൾ ഉപയോഗിച്ചാണ് ടെലിഗ്രാഫ് സന്ദേശങ്ങൾ അയച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അപ്പുറത്തുള്ള അമേരിക്കയും ഇംഗ്ലണ്ടും ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള അമേരിക്കയും ഇംഗ്ലണ്ടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രയും ദൂരം ഉള്ള ഒരു കാര്യങ്ങളെ പോലെ അക്കാലത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ബന്ധിപ്പിച്ചിരുന്നു. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒന്ന് അമേരിക്കയോ ലണ്ടനെയോ അല്ലെങ്കിൽ ബ്രിട്ടനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യങ്ങളെ തമ്മിൽ ചിന്തിക്കുന്നത് നമുക്ക് ആ രാജ്യത്തു നിന്നുള്ള കാര്യങ്ങൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ അന്ന് അത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിരുന്നു, ബന്ധമുണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ബൈ ദ 1870s telegraph technology was used to develop telephone which could transmit a person's voice over the same cables used by its predecessor. ഓക്കെ, അതായത് ടെലിഫോൺ. ഇപ്പം ടെലിഗ്രാഫ് ടെക്നോളജി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ടെലിഫോൺ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ടെലിഫോൺ ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഫോൺ വഴി നടത്തുന്ന സന്ദേശങ്ങൾ വ്യക്തികളുടെ ശബ്ദങ്ങളെ പാസ് ചെയ്യാൻ സഹായിച്ചു. ഓക്കെ, അതുവരെ മറ്റ് തരംഗങ്ങളെയൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ടെക്നോളജികൾ ഉപയോഗിച്ചെങ്കിലും ടെലിഫോൺ എന്ന കണ്ടുപിടുത്തത്തിൻ്റെ പ്രത്യേകത അത് ആൾക്കാരുടെ ഹ്യൂമൻ വോയിസിനെ അടുത്ത മറ്റുള്ളവരിലേക്ക് ഒരു ഡിസ്റ്റൻസിലേക്ക് ഈ കേബിൾസ് വഴി എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. Radio technology was started in 1864 when James Clerk Maxwell theorized that when electricity passes through a wire, it gives off invisible waves at certain conditions. അതായത് റേഡിയോ ടെക്നോളജി ആരംഭിക്കാനുണ്ടായൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1864 ഇത് ആരംഭിച്ചത്. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം, ഒരു പ്രത്യേക വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ആ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ചിലപ്പോൾ തരംഗങ്ങൾ ഉണ്ടാവുന്നു. ആ തരംഗങ്ങളെ കാണാൻ പറ്റില്ല, അത് ശബ്ദ തരംഗങ്ങളായിട്ട് ഉണ്ടാവാറുണ്ട്.
അങ്ങനെ ഉണ്ടാവാറുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ തരംഗങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും ആ തരംഗങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ശബ്ദങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ പറ്റും ഒരു വയറിലൂടെ എന്ന് മനസ്സിലായത്. Thus, he forecasted the presence of radio waves. ഓക്കെ, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? റേഡിയോ വേവ്സുകളെ ഉപയോഗിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ആ ഒരു സാന്നിധ്യം ഉണ്ടെന്ന്, റേഡിയോ തരംഗങ്ങൾ അല്ലെങ്കിൽ ഒരു വേവ്സ് ഉണ്ടെന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ചു. ഇങ്ങനെ വേവ്സിലൂടെ, തരംഗങ്ങളിലൂടെ നമുക്ക് ശബ്ദവും പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പിച്ചു. ആൻഡ് ഇൻ ദ ഇയർ 1886 ഹെൻറിച്ച് ഹെർട്സ് showcased projection of swift variation of electric current into space in the form of radio waves and proved Maxwell theory. മാക്സ്വെൽ പറഞ്ഞ ആ തിയറി, ശബ്ദത്തിൽ ഒരു തരംഗം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞ തിയറി ഹെൻറിച്ച് ഹേർട്സ് എന്നുള്ള ആൾ എന്ത് ചെയ്തു? അത് അങ്ങനെ റേഡിയോ തരംഗങ്ങൾ പ്രത്യേകമായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള വൈദ്യുതിയിൽ വരുന്ന മാറ്റം കൊണ്ട്. അതായത് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ ഒരു തരംഗം ഉണ്ടാവാറുണ്ടെന്നാണ് മാക്സ്വെൽ പറഞ്ഞതെങ്കിൽ അതിനെ ഹെൻറിച്ച് ഹേർട്സ് എന്നുള്ള ആൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. റേഡിയോ തരംഗങ്ങളാണ് അങ്ങനെ പുറപ്പെടുന്നതെന്ന് പേരും കൊടുത്തു. ഓക്കെ, അതാണ് ഉണ്ടായത്. അപ്പോൾ മാക്സ്വെല്ലിൻ്റെ തിയറി ഹെൻറിച്ച് ഹേർട്സ് എന്ത് ചെയ്തു? നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തന്നു, പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. ഹെൻറിച്ച് ഹേർട്സിനൊക്കെ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ ചിത്രത്തിനും നോക്കുമ്പോൾ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കണം. ചിത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫേസ് നമുക്ക് എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് കയറുന്നതാണ്. ഓക്കെ, The development of the radio began in 1893 with Nikola Tesla's demonstrations of wireless radio communication in US. US-ൽ നടന്ന ഒരു ഡെമോൺസ്ട്രേഷൻ, ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡെമോ കാണിക്കുക, ഒരു പ്രദർശനം പോലെ. ഓക്കെ, ഒരു അവതരണം നടത്തി. എന്ത്? ഈ റേഡിയോ ട്രാൻസ്മിഷനുള്ള ഡെവലപ്മെൻറ്റ്, റേഡിയോൻ്റെ തരംഗങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, വയർലെസ് ആയിട്ട് ചലിക്കുന്നുണ്ടെന്നുള്ളത് അവതരിപ്പിച്ചു കാണിച്ചു. ആരാണ്? നിക്കോളായ് ടെസ്ല. ഓക്കെ, നിക്കോളായ് ടെസ്ലനെ നമുക്ക് ഇവിടെ കാണാം ചിത്രത്തിൽ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇത് അവതരിപ്പിച്ചു കാണിച്ചു 1893. ഹിസ് വർക്ക് ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദോസ് ലേറ്റർ സയൻറ്റിസ്റ്റ് ഹു വർക്ക്ഡ് ടു പെർഫെക്റ്റ് ദ റേഡിയോ വി നൗ യൂസ്. അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന റേഡിയോയിലേക്ക് മറ്റു ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ റേഡിയോവിനെ ഇന്ന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആക്കി തീർക്കാൻ ഏറ്റവും സഹായിച്ചത് ഈ നിക്കോളായ് ടെസ്ലയുടെ അവതരണമാണ്. അദ്ദേഹം വയർലെസ് ആയിട്ട് റേഡിയോ തരംഗങ്ങൾ ചലിക്കുന്നുണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്ത് കാണിച്ചിരുന്നു. ആ അവതരണം ബേസ് ചെയ്തിട്ട് പിന്നീട് മറ്റ് ശാസ്ത്രജ്ഞരൊക്കെ രൂപം കൊടുത്തിട്ടുള്ളതാണ്, മാറ്റങ്ങൾ വരുത്തി കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന റേഡിയോൻ്റെ ഒരു രീതി. The defining moment in the history of radio was at 12:30 p.m. on 12th December 1901 when the 3 dots of the Morse letter S transmitted from Cornwall were received in Newfoundland. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു മാറ്റം വന്നിട്ടുള്ളത് ഒരു ദിവസമാണ്, അതായത് 12 ഡിസംബർ 12 1901 ഒരു മോഴ്സ് കോഡ് വെച്ചിട്ട്, മോഴ്സ് ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു ശാസ്ത്രജ്ഞനാണ്, ശബ്ദ തരംഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു കോഡ് ഉണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു കോഡ് നിർമ്മിച്ചിരുന്നു. ഈ ടെലിഗ്രാഫൊക്കെ വർക്ക് ചെയ്തത് അതുവഴിയാണ്. അപ്പോൾ ആ കോഡ് എന്താണെന്ന് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ആ മോഴ്സ് കോഡ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം കോൺവാളിൽ നിന്ന് ന്യൂഫൗണ്ട്ലാൻഡിലേക്ക് ഒരു എസ് എന്ന അക്ഷരം അയച്ചു. ഓക്കെ, എസ് എന്നുള്ള അക്ഷരമൊക്കെ ഭാഷേൻ്റെ ഒരു കണികയാണ് അല്ലേ? ഭാഷ മറ്റുള്ള സ്ഥലത്തേക്ക് അയച്ചു കൊടുക്കുന്ന രീതി വരെ എത്തി. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. അതിനുവേണ്ടി അവർ ഉപയോഗിച്ച രീതി മോഴ്സ് കോഡാണ്. മോഴ്സിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്ത് ഡോട്ടുകളും വരകളുമാണ്. അപ്പോൾ ആ ഡോട്ടും വരകളും ഉള്ള ഒരു പ്രത്യേക കോഡ് മോഴ്സ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ മോഴ്സിൻ്റെ കോഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപയോഗിച്ചിട്ടാണ് എസ് എന്നുള്ള അക്ഷരം അദ്ദേഹം അയച്ചത്. ഓക്കെ, അപ്പോൾ ദ ഇയർലി
the early uses of the radio were mainly for maintaining contact between ships out at sea. അപ്പോൾ കടലിലൊക്കെ പോയിട്ടുള്ള അന്നൊക്കെ ഏറ്റവും കൂടുതൽ സഞ്ചാരത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണ് കടൽ മാർഗമായിരുന്നു എല്ലാവരും സഞ്ചരിച്ചിരുന്നത്. കാരണം കടൽ വഴി ഓരോ കരകളിലേക്കും എത്തിപ്പെടാൻ എളുപ്പമായിരുന്നു. മറ്റ് റോഡ് വഴികളും ഒന്നും ഡെവലപ്ഡ് ആയിരുന്നില്ല. അതുപോലെ ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള അത്രയും പുരോഗതി ടെക്നോളജിയിൽ വന്നിട്ടുമില്ലായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നൊരു സഞ്ചാര രീതി കടൽ മാർഗമായിരുന്നു. അപ്പോൾ കടലിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർ, കടൽ വഴി സഞ്ചരിക്കുന്ന ആൾക്കാർക്കൊക്കെ മെസ്സേജുകൾ കൊടുക്കുക അല്ലെങ്കിൽ സിഗ്നലുകൾ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കപ്പെട്ടിരുന്നത് കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന, പുറം കടലിലൊക്കെ യാത്ര ചെയ്തിരുന്ന ആൾക്കാർക്കാണ് റേഡിയോ പ്രധാനമായിട്ടും ഉപകാരപ്പെട്ടിരുന്നത്. However, this initial radio was unable to transmit speech and instead sent Morse code messages back and forth between ships and stations on the land. അതായത് അന്ന് ശബ്ദങ്ങൾ അയക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ മോഴ്സിൻ്റെ കോഡ് വഴി നിങ്ങൾ എന്താണ് അയച്ചത് എന്നുള്ളത് അപ്പുറത്തുനിന്ന് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ മോഴ്സ് ഓരോ കോഡിനും ഓരോ അക്ഷരങ്ങൾ പോലെ അർത്ഥം കൊടുത്തിരുന്നു. ആ അർത്ഥങ്ങൾ വെച്ചിട്ട് കിട്ടുന്ന ആൾക്ക് ഈ മോഴ്സ് കോഡ് അറിയുമെങ്കിൽ ആ മോഴ്സ് കോഡിലൂടെ എന്താണ് അയക്കുന്ന ആൾ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ മോഴ്സ് കോഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡോട്ടും ലൈൻസും ആണെന്ന് പറഞ്ഞല്ലോ. ഡോട്ട്സിനെ ഒരു ചെറിയ സൗണ്ടും ആയിട്ടും വരയെ ഒരു നീണ്ട സൗണ്ടായിട്ടായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഓക്കെ, അതായിരുന്നു മോഴ്സിൻ്റെ ഒരു വിദ്യ. അപ്പോൾ മോഴ്സ് പറഞ്ഞത് ഡോട്ട് ഒരു ചെറിയ ബീപ്പ് സൗണ്ട് ആണെങ്കിൽ മറ്റേത് ബീപ്പ് എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, ആ ഒരു നീട്ടവും ചുരുക്കലുമാണ്. അത് വെച്ചിട്ടായിരുന്നു ആദ്യത്തെ കോഡ് വന്നത്. ഓക്കെ, ശബ്ദതരംഗങ്ങൾ പാസ് ചെയ്യാനുള്ള കോഡ് വന്നത്. One of the first signals that carried voice and music was accomplished in 1906 by Reginald Fessenden. അപ്പം ആദ്യത്തെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ വോയിസ് പാസ് ചെയ്തത് 1906 അത് റെജിനാൾഡ് ഫെസൻഡൻ എന്നുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ഓക്കെ, അത് ഓർക്കുക. പിന്നെ നമുക്ക് ഓർക്കാനുള്ള കാര്യം, ഹി മെയ്ഡ് എ ക്രിസ്മസ് ഈവനിങ് ബ്രോഡ്കാസ്റ്റ് ടു ഷിപ്സ് അറ്റ് സീ ഫ്രം മെസ്സേജസ് playing O Holy Night on his violin and reading passages from the Bible. ബൈബിളിലുള്ള ഒരു O Holy Night എന്നുള്ളൊരു ഭാഗം വയലിനിൽ വായിക്കുകയും അദ്ദേഹം മെസ്സേജുകൾ അയക്കുകയും ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ബൈബിളിലെ വരികൾ മെസ്സേജുകളായിട്ട് അയക്കുകയും വയലിനിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മെസ്സേജ് വയലിനിലൂടെ ശബ്ദങ്ങളായിട്ട് റേഡിയോ വഴി അയച്ചു കൊടുത്തു എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാനുള്ള കാര്യം, ദ റേഡിയോ സോ എ സർജ് ഓഫ് യൂസ് ഡ്യൂറിങ് ഫസ്റ്റ് വേൾഡ് വാർ. ഒന്നാം ലോക മഹായുദ്ധകാലത്താണ് റേഡിയോയുടെ ഒരു പ്രചാരവും ഉപയോഗവും ഏറ്റവും കൂടുതൽ നിലവിൽ വന്നത്. ബോത്ത് സൈഡ്സ് യൂസ്ഡ് റേഡിയോ ടു റിലേ വാർ പ്രൊപ്പഗൻഡ. അപ്പോൾ യുദ്ധത്തിലെ രണ്ട് വിഭാഗങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ യുദ്ധപ്രചാരണത്തിനും തന്ത്രങ്ങൾക്കും യുദ്ധകാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന മാധ്യമം അന്ന് റേഡിയോ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് റേഡിയോ വല്ലാതെ വളർന്നു. In 1906, Lee De Forest produced the Odeon, a triode vacuum tube that allowed for amplification of radio signals. Radio was based on those tubes until the transistor was developed in the late 1950s. 1950കളിൽ പുതിയ ട്രാൻസ്മിറ്ററുകളൊക്കെ കണ്ടെത്തി വികസിപ്പിക്കുന്നത് വരെ വാക്യൂം ട്യൂബ് എന്നുള്ളൊരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പം ഈ ശബ്ദ തരംഗങ്ങളൊക്കെ ശക്തിപ്പെടുത്താവുന്ന തരത്തിലുള്ളൊരു ഓഡിയോൺ എന്നുള്ളൊരു ട്രയോഡ് വാക്യൂം ട്യൂബ് അതായിരുന്നു 1906 ലീ ഡി ഫോറസ്റ്റ് കണ്ടുപിടിച്ചത്. ലീ ഡി ഫോറസ്റ്റ് കണ്ടുപിടിച്ച ഈ ഒരു വാക്യൂം ട്യൂബ് കുറേ കാലം ഉപയോഗിച്ചു. 1950കളുടെ അവസാനം വരെ ഇത് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നു, പുതിയ ട്രാൻസ്മിറ്ററുകളൊക്കെ വന്നതിന് ശേഷം അത് മാറുകയാണ് ഉണ്ടായത്. ഓക്കെ, പിന്നെ അടുത്ത കാര്യങ്ങൾ പറയാനുള്ളത്
ഗഗ്ലിയൽമോ മാർക്കോണി. ഓക്കെ, മാർക്കോണി ആണ് റേഡിയോ കണ്ടുപിടിച്ചതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ഇൻവെൻറ്റർ ആയിരുന്നു. ഇദ്ദേഹം സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് വർക്കിംഗ് ലൈഫ് ഇൻ ഇംഗ്ലണ്ട് വെയർ ഹി ഇൻട്രൊഡ്യൂസ്ഡ് മെനി ഓഫ് ദ ഫസ്റ്റ് യൂസസ് ഓഫ് വയർലെസ് ടെലിഗ്രാഫി ടു യൂറോപ്യൻ നേവീസ്. അപ്പം യൂറോപ്യൻ നേവികൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന വയർലെസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു മാർക്കോണിയുടെ ഉദ്ദേശം. അദ്ദേഹം ഒരു ഇറ്റലിക്കാരനായിരുന്നെങ്കിലും അദ്ദേഹം ലൈഫിൽ കുറേ കാലഘട്ടം ജീവിച്ചത് തന്നെ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ നേവിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വയർലെസ് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വയർലെസ് സംവിധാനങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇൻ 1896 he was awarded the official patent for the radio by British government. 1896 he was awarded. അദ്ദേഹം എന്ത് നൽകപ്പെട്ടു അദ്ദേഹത്തിന്? 1896 റേഡിയോയ്ക്കുള്ളൊരു ഔദ്യോഗിക പാറ്റൻറ്റ് അവകാശം അദ്ദേഹത്തിന് കൊടുത്തു ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഹിസ് റേഡിയോ അപ്പാരറ്റസ് ഈസ് വൈഡ്ലി കൺസിഡർഡ് ടു ബി the savior of over 700 people when the Titanic sank in the sea in 1912. 1912 ടൈറ്റാനിക് എന്നുള്ള കപ്പൽ, നമുക്കെല്ലാവർക്കും അറിയുന്ന കപ്പലാണ്, ദുരന്തം സംഭവിച്ച കപ്പലാണ്. അതിലെ 700 ആൾക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ റേഡിയോ അപ്പാരറ്റസ് ആണെന്ന് പറയുന്നു. ഓക്കെ, നമുക്കറിയാം അന്ന് കമ്മ്യൂണിക്കേഷൻ അത്രയെങ്കിലും ഡെവലപ്പ് ആയതുകൊണ്ട് അത്രയും ആൾക്കാരുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. ഇന്ന് അങ്ങനെ ഒരു അപകടം നടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റും. കാരണം കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് അല്ലേ, കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ വന്ന വളർച്ച തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് കൂടുതൽ സ്പീഡ് കിട്ടുന്നത്. Amateur radio operators started radio stations as early as in 1909 in the United States. മറ്റ് റേഡിയോ കാര്യങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അമച്വർ റേഡിയോ സ്റ്റേഷൻസും റേഡിയോ ഓപ്പറേറ്റർമാരും ഒക്കെ മെല്ലെ ആരംഭിച്ചത് 1909 അപ്പോൾ KDKA in Pennsylvania is considered the first and the oldest radio station in US. യുഎസിലെ ഏറ്റവും പഴയ റേഡിയോ സ്റ്റേഷനായിട്ട് കണക്കാക്കുന്നു KDKA പെൻസിൽവാനിയയിലുള്ളത്. ഓക്കെ, KDKA went on air on November 2 1920 to broadcast the results of presidential election. അപ്പോൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ്റെ സമയത്ത് ഫലപ്രഖ്യാപനത്തിന് അല്ലെങ്കിൽ പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ ഫലപ്രഖ്യാപന സമയത്താണ് KDKA നിലവിൽ വന്നത്. ഓക്കെ, പ്രാരംഭകാലത്ത് റേഡിയോ നിലയങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് ഒരേ സമയം പരിപാടികൾ സംപ്രേഷണമൊക്കെ ചെയ്തിരുന്നു. ആദ്യ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടൊക്കെ കുറേ പരിപാടികളൊക്കെ ചെയ്തിരുന്നു, ഒരേ സമയമൊക്കെ പ്രക്ഷേപണം ചെയ്തിരുന്നു. പിന്നെ ഗ്രാജുവലി റേഡിയോ ബിക്കം എ ബിഗ് ഇൻഡസ്ട്രി. പിന്നീട് എന്തായി, റേഡിയോ എന്നുള്ളൊരു കാര്യം ഒരു വലിയ ഇൻഡസ്ട്രി ആയിട്ട് തന്നെ മാറി, കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് തന്നെ മാറി, വളരെ അധികം ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ട് മാറുകയാണ് ഉണ്ടായത്.